ഹലോ ഗൈസ്, മൗനരാഗത്തിൻ്റെ പുതിയ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ താരയെ കണ്ട് ഷാരിയും സരയും ആകെ ഞെട്ടി നിൽക്കുകയാണ് കേട്ടോ. താര എന്നും പറയുന്ന പോലെ സ്ഥിരം മോളാന്നൊക്കെ പറഞ്ഞ് സരയുനോട് പറയുന്നുണ്ട്. ആ സമയത്ത് ഷാരി കൂടുതലും ഇനി പറഞ്ഞ് പ്രശ്നമാക്കണ്ടെന്നോർത്ത് നമ്മുടെ സരയുനെയും വലിച്ചു മാറ്റിക്കൊണ്ട് അവിടുന്ന് പുറത്തേക്ക് പോവാണ് കേട്ടോ. എന്നിട്ട് പുറത്തെത്തുമ്പോൾ സരയു ചോദിക്കുന്നുണ്ട്, അമ്മ എന്തോ ഒന്നും മിണ്ടാത്തതെന്ന് ചോദിക്കുമ്പോൾ, എന്ത് മിണ്ടാൻ എത്ര തവണ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് പുള്ളിക്കാരി അങ്ങനെ നൈസായിട്ട് ഒഴിവാകുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ താര അകത്തോട്ട് കയറി ചെന്ന് നമ്മുടെ രാഹുലിനെ കാണുന്നുണ്ട്. രാഹുലിനെ കുത്തിന് പിടിച്ച് നിർത്തി ചോദിക്കുകയാണ് കേട്ടോ, എൻ്റെ കുഞ്ഞെന്തിയെന്ന്. ആ സമയത്ത് നമ്മുടെ മനോഹർ പുതിയ കെട്ടാനുള്ള പെണ്ണും അമ്മയുടെയും കൂടെ അകത്തോട്ട് കയറി വരുമ്പോൾ ഇത് കാണുമ്പോൾ പറയുന്നുണ്ട്, പൊയ്ക്കോ ഞാനിപ്പോൾ വന്നേക്കാം, എൻ്റെ കമ്പനിയിലെ ഒരു എംപ്ലോയി അത് വട്ടനാണെന്നൊക്കെ പറഞ്ഞ് പയ്യെ അവരെ പറഞ്ഞു വിടുന്നുണ്ട്. അവർ പിന്നെ കാണാൻ വന്ന ആൾക്കാരെ കാണാൻ വേണ്ടി ഹോസ്പിറ്റലിലോട്ട് കയറി പോവാണ്. ആ സമയത്ത് നമ്മുടെ മനോഹർ ഓടി ചെന്നിട്ട് താരയെ പിടിച്ച് മാറ്റിയിട്ട് ചോദിക്കുകയാണ്, നിങ്ങൾ എന്തേ കാണിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ മനോഹറിൻ്റെ കുത്തിന് പിടിക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ താര. എന്നിട്ട് എൻ്റെ കുഞ്ഞെന്തിയെന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ ഷാരിയും സരയും കൂടെ കയറി വരുവാണ് കേട്ടോ. ഇത് കാണുന്ന രാഹുൽ പറയുകയാണ്, നീ ഒന്ന് പോ ദേവി ഏതെന്ന് പറയുന്നുണ്ടെങ്കിലും താര അവിടെ നിൽക്കുവാണ് കേട്ടോ. അത് കണ്ട് നമ്മുടെ ഷാരിയും സരയും കയറി വരുന്നുണ്ട്. സരയുവിന് ദേഷ്യം വന്നിട്ട് സരയു താരക്കിട്ട് ഒറ്റയടി വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. അത് കഴിയുമ്പോഴേക്കും ഷാരി ഇങ്ങനെ താരയോട് ദേഷ്യപ്പെട്ട് നോക്കുന്നുണ്ട്. കാരണം ഷാരിക്ക് സത്യം അറിയാമെങ്കിലും ഒരിക്കലും സരയു ഒന്നും അറിയരുതെന്ന് പുള്ളിക്കാരിക്ക് ഭയങ്കരമായിട്ട് ആഗ്രഹമുണ്ട്. ആ സമയത്ത് താര രാഹുലിൻ്റെ കുത്തിന് പിടിച്ചിട്ട് എല്ലാ സത്യവും പറയാമെന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ഷാരി താരേനെ അടിക്കുകയാണ് കേട്ടോ. പുള്ളിക്കാരി ഒന്നും പറയാതിരിക്കാൻ വേണ്ടി സരയുടെ മുമ്പിൽ വെച്ച്. എന്നിട്ട് പുള്ളിക്കാരിനെ അവിടുന്ന് ഓരോന്ന് പറഞ്ഞ് പുറത്താക്കുവാണ്. താര പോയി കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും നമ്മുടെ രാഹുലിൻ്റെ മെക്കിട്ട് കയറുവാണ് കേട്ടോ ഷാരി. കയറി പോടോ അകത്ത്, ഒരു നാണവും ഇല്ലാത്തവൻ, നാണം കെട്ടവൻ എന്നൊക്കെ പറയുകയാണ്. ഇതൊക്കെ കണ്ടിട്ട് നമ്മുടെ സരയും മനുവേട്ടനോട് പറയുകയാണ്, ഇതെന്താ ഇപ്പം അമ്മയ്ക്ക് പറ്റിയത് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴേക്കും നമ്മുടെ മനോഹർ ഇങ്ങനെ പറയുകയാണ്, മോളുടെ അച്ഛൻ അത്ര നല്ല ഇതാണെന്ന് തോന്നുന്നില്ല. അപ്പോഴേക്കും നമ്മുടെ സരി പറയുന്നുണ്ട്, അതിന് ചന്ദ്രശേഖരനുമായിട്ടല്ലേ അവർക്ക് ബന്ധം എന്ന് പറയുമ്പോൾ ഇതൊക്കെ മോളുടെ അച്ഛൻ പറഞ്ഞ അറിവല്ലേ നമുക്കുള്ളൂ എന്ന് പറഞ്ഞിട്ട് സരിയും അവിടെ ഇങ്ങനെ നിൽക്കുവാണ് കേട്ടോ. അതേസമയം നമ്മുടെ മനോഹർ ഓടി ഇറങ്ങി വന്നിട്ട് വരുമ്പോഴേക്കും പുതിയ കെട്ടാൻ പോകുന്ന പെണ്ണ് റോണി എന്നൊക്കെ വിളിച്ച് എവിടെയായിരുന്നു എന്നൊക്കെ ചോദിക്കുമ്പോൾ അതെൻ്റെ ഇവിടുത്തെ ഒരു എംപ്ലോയി ആണ്, തിരുവനന്തപുരത്തുള്ള. പുള്ളിക്ക് വട്ടായിപ്പോയി, പുള്ളിയുടെ മോക്കും വട്ട. എന്നെ കാണുമ്പോൾ അപ്പം മനുവേട്ടാന്ന് വിളിച്ച് വരും, ഒന്നും പറയണ്ട എൻ്റെ മോളെ എന്നൊക്കെ പറഞ്ഞ് അവരെയും പറഞ്ഞു വിടുവാണ് കേട്ടോ. പിന്നെ കാണിക്കുന്നതെന്ന് വെച്ചാൽ പ്രകാശൻ ഇങ്ങനെ കല്യാണിയുടെ വീട്ടിലോട്ട് പോവാണ്. പോകുന്ന വഴിക്ക് പ്രകാശനെ ആരോ ഫോളോ ചെയ്യുന്നുണ്ട് കേട്ടോ. വീട്ടിൽ ചെല്ലുമ്പോൾ കല്യാണിൻ്റെ അമ്മ വാതിൽ തുറന്നിട്ട് എന്താണെന്ന് ചോദിക്കുമ്പോഴേക്കും, നീ എന്നെ ഹോസ്പിറ്റലിൽ പോലും കാണാൻ വന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് പ്രകാശൻ മനസ്സിലെ ദേഷ്യമെല്ലാം അടക്കി പിടിച്ച് കല്യാണിയോടും അമ്മയോടും പറ്റുമെങ്കിൽ നിങ്ങൾ ഞാൻ ചെയ്ത് തെറ്റ് ക്ഷമിക്കുമെന്ന് പറയുന്നുണ്ട്. പക്ഷെ പുള്ളി മനസ്സോട് പറയുന്നതല്ല. അപ്പോൾ ഇവർ ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് എന്താ വേണ്ടതെന്ന് പറയുമ്പോൾ മകൻ ഇങ്ങനെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർക്കുവാണ് കേട്ടോ പ്രകാശൻ അവിടെ നിന്ന്. എന്നിട്ട് നമ്മുടെ കല്യാണിയുടെ അമ്മ പറയുന്നുണ്ട്, വല്ലോ കാശോ വല്ലോ ആണെങ്കിൽ കൊടുത്തു വിടും മോളെ എന്ന് പറഞ്ഞ് അങ്ങനെ നിൽക്കുന്നതാണ് കാണിക്കുന്നത് കേട്ടോ. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു.